ജനതയ്ക്ക് അവരുടെ സർക്കാരിനോടുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നുവോ? ഗാസയിലെ യുദ്ധം അതിന്റെ ഏറ്റവും രൂക്ഷമായ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ രാജ്യത്തിനകത്ത് വലിയൊരു വിഭാഗം ജനങ്ങൾ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയിരിക്കുകയാണ്. ടെൽ അവീവ്, ജെറുസലേം, ഹൈഫ, ബേർഷെ തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ അണിനിരുന്ന് സർക്കാരിന്റെ സൈനിക നടപടികളെ ശക്തമായി വിമർശിക്കുന്നു. ഈ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ കേവലം രാഷ്ട്രീയപരമായ എതിർപ്പുകൾക്കപ്പുറം ബന്ദികളാക്കപ്പെട്ട തങ്ങളുടെ പ്രിയവരുടെ ജീവനെക്കുറിച്ചുള്ള ആഴമായ ഭയവും നിരാശയുമാണുള്ളത്. അടുത്തിടെ ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ ഗാസയിലെ സൈനിക നടപടികൾ വ്യാപിപ്പിക്കാനുള്ള 5 പ്രധാന തത്വങ്ങൾക്ക് അംഗീകാരം നൽകിയതാണ് പ്രതിഷേധങ്ങൾക്ക് പുതിയ ഊർജം നൽകിയത്. ഗാസ മുനമ്പിന്റെ സുരക്ഷാ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള നീക്കവും ഗാസ നഗരത്തിന്റെ പൂർണ്ണ നയതന്ത്രത്തിനുള്ള തയ്യാറെടുപ്പും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. ഈ നീക്കങ്ങൾ ഹമാസിന്റെ ശക്തി പൂർണ്ണമായും തകർക്കാൻ അത്യന്താപേക്ഷിതമാണെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വാദിക്കുമ്പോൾ പ്രതിഷേധക്കാർക്ക് ഈ വിശദീകരണത്തിൽ വിശ്വാസമില്ല. സ്റ്റോപ്പ് ദി വാർ, ബ്രിങ് ദം ഹോം നൗ എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കി അവർ രാത്രിയും പകലും തെരുവുകളിൽ പ്രതിഷേധം തുടരുന്നു. ബന്ദികളുടെ ചിത്രങ്ങളും നീതിക്ക് വേണ്ടിയുള്ള ആവശ്യകതയെ സൂചിപ്പിക്കുന്ന മെഴുകുതിരികളും അവരുടെ കൈകളിലുണ്ട്. ഈ പ്രതിഷേധങ്ങളിൽ ഗാസയിൽ ഇപ്പോഴും തടവിലായി കഴിയുന്ന 50ഓളം പേരുടെ കുടുംബാംഗങ്ങളും ഉൾപ്പെടുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ടവർ ജീവനോടെയുണ്ടോ എന്ന ആശങ്കയിൽ കഴിയുന്ന ഇവർ സർക്കാരിന്റെ പുതിയ സൈനിക നീക്കം ബന്ദികളുടെ ജീവൻ കൂടുതൽ അപകടത്തിലാക്കുമെന്ന ഭയം പങ്കുവയ്ക്കുന്നു. ഈ സൈനിക നീക്കങ്ങൾ ബന്ദികളുടെ മോചനത്തിനുള്ള എല്ലാ സാധ്യതകളും ഇല്ലാതാക്കുമെന്നും ചർച്ചകളിലൂടെ മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ഈ ഒരു പ്രശ്നത്തെ യുദ്ധത്തിലൂടെ കൂടുതൽ വഷളാക്കരുതെന്നും പ്രതിഷേധക്കാർ പറയുന്നു. പ്രതിഷേധങ്ങൾ ശക്തമാകുമ്പോൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. രാജ്യത്തിന്റെ സുരക്ഷയാണ് തന്റെ പ്രഥമ പരിഗണനയെന്നും സൈനിക നടപടികളിലൂടെ മാത്രമേ ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ എന്നും അദ്ദേഹം പറയുന്നു. ഈ പദ്ധതി തന്നെ നമ്മുടെ ബന്ദികളെ മോചിപ്പിക്കാനും രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനും സഹായിക്കുമെന്നും അദ്ദേഹം പലതവണ ആവർത്തിച്ചു. പ്രതിരോധ മന്ത്രിസഭ അംഗീകരിച്ച 5 തത്വങ്ങൾ ഹമാസിന്റെ ശേഷി തകർക്കാനും ഭാവിയിൽ ഇസ്രായേലിന് സുരക്ഷ ഉറപ്പാക്കാനുമുള്ളതാണ്. ഈ നീക്കങ്ങൾ വിജയിച്ചാൽ മാത്രമേ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് സർക്കാർ വിശ്വസിക്കുന്നു. എന്നാൽ ഈ കടുത്ത നിലപാട് രാജ്യത്തിനകത്തും പുറത്തും ഒരേപോലെ വിമർശനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ഈ നീക്കങ്ങളെ ശക്തമായി വിമർശിച്ച് UN ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾ രംഗത്തെത്തി. മാനുഷിക ഇടവേള, സഹായ വിതരണം, സമാധാന ചർച്ചകൾ തുടങ്ങിയവയ്ക്ക് വേണ്ടിയുള്ള ആഹ്വാനങ്ങൾ ഇസ്രായേൽ അവഗണിക്കുന്നതായി പലരും ആരോപിക്കുന്നു. യുദ്ധം മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടാക്കുമെന്നും ഇത് മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് വിഘാതമാകുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു. പ്രതിപക്ഷ നേതാക്കളും മനുഷ്യാവകാശ സംഘടനകളും മുൻ സൈനിക ഉദ്യോഗസ്ഥരും സർക്കാരിന്റെ ഈ സൈനിക സമീപത്തെ കടുത്ത ഭാഷയിൽ വിമർശിച്ചു. ബന്ദികളെ മോചിപ്പിക്കാൻ നയതന്ത്ര മാർഗമാണ് വേണ്ടതെന്നും അല്ലാതെ കൂടുതൽ സൈനിക നീക്കങ്ങളല്ലെന്നും അവർ വാദിക്കുന്നു. പ്രതിഷേധങ്ങളുടെ മുൻനിരയിലുള്ളത് ഗാസയിൽ തടവിലായി കഴിയുന്നവരുടെ കുടുംബാംഗങ്ങളാണ്. ഒരു വാർത്ത അറിയാനായി അവർ കാത്തിരിക്കുന്നു. ബന്ദികളാക്കപ്പെട്ട 50ഓളം പേരിൽ ഏകദേശം 20 പേർ ഇപ്പോഴും ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അവരുടെ പ്രതീക്ഷ. എന്നാൽ സർക്കാരിന്റെ പുതിയ സൈനിക നീക്കങ്ങൾ ഈ പ്രതീക്ഷയെ ഇല്ലാതാക്കുമോ എന്ന ഭയത്തിലാണ് അവർ. യുദ്ധം തുടരുന്നത് കൊണ്ട് തങ്ങൾക്ക് ആരെയും തിരികെ ലഭിക്കില്ലെന്നും സമാധാനപരമായ ചർച്ചകളിലൂടെ മാത്രമേ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ തിരികെ കൊണ്ടുവരാൻ സാധിക്കൂ എന്നും അവർ വിശ്വസിക്കുന്നു. ഇവരുടെ നിരാശയും ദേഷ്യവുമാണ് ഇപ്പോൾ ഇസ്രായേൽ സർക്കാരിനെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങൾക്ക് പിന്നിലെ പ്രധാന ഘടകം. ഗാസയിലെ സൈനിക നടപടികൾ ഇസ്രായേലിൽ വലിയ രാഷ്ട്രീയ സാമൂഹിക ഭവിഷ്യത്തുകൾക്ക് കാരണമായേക്കാം. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ പ്രതിഷേധങ്ങളെ എങ്ങനെ നേരിടുമെന്ന് കണ്ടറിയണം. പ്രതിഷേധങ്ങൾ കൂടുതൽ ശക്തമാവുകയും ബന്ദികളുടെ കുടുംബങ്ങളുടെ വേദന കൂടുതൽ ജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്താൽ സർക്കാരിന് അവരുടെ നയങ്ങളിൽ മാറ്റം വരുത്തേണ്ടി വന്നേക്കാം. ഇസ്രായേലിനെ ആഭ്യന്തര സമ്മർദ്ദവും സർക്കാരിന്റെ കടുത്ത സുരക്ഷാ സമീപനവും ഈ പ്രതിസന്ധിയെ അടുത്ത ദിവസങ്ങളിലും കൂടുതൽ വഷളാക്കുമെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഇസ്രായേൽ ജനതയും സർക്കാരും തമ്മിലുള്ള ഈ അവിശ്വാസം രാജ്യത്തെ ആഭ്യന്തരമായി ഭിന്നിപ്പിക്കാനും ഗാസയിലെ യുദ്ധത്തിന് ഒരു രാഷ്ട്രീയ പരിഹാരം കാണാനുള്ള സാധ്യതകളെ ഇല്ലാതാക്കാനും സാധ്യതയുണ്ടെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു.